വെള്ളം ഒഴിക്കുന്നത് സാധാ പച്ചവെള്ളം. നമസ്കാരം. നമ്മൾ എവിടെയാണ്? നമ്മളിപ്പോ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ വന്ന എന്താന്ന് ചോദിച്ചാൽ ഈ ചേച്ചിയുടെ വീട് ഒരു അടുക്കള കാണാൻ വന്നതാണ്. ചേച്ചിയുടെ അടുക്കള കാണാൻ വേണ്ടി കോയമ്പത്തൂർ വന്നതാണ്. നമ്മൾ അവിടുന്ന് ഇവിടെ എത്തിയതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രകൃതിക്ക് ദോഷമില്ലാത്ത എല്ലാവർക്കും വേണ്ട ഒരു സാധനം ഉണ്ട് അവിടെ. ചേച്ചിക്ക് മലയാളമൊക്കെ അറിയാം. ചേച്ചി പേരെന്ത് വരുന്നത്? എന്റെ പേര് ജിൻസി. ജിൻസി. നമുക്കൊന്ന് കണ്ടാലോ? കാണാം. ദേ സംഭവം കണ്ടോ? ഇതാണ് നമ്മൾ കാണാനായിട്ട് അവിടുന്ന് വന്നത്. ഇത് കാണുന്നതിന് മുമ്പേ അടുത്ത സംഭവം നമുക്ക് കാണാം. ചേച്ചി ഇതെന്തോ ഇത്? ഇത് ഇന്നത്തെ വേസ്റ്റാ. അപ്പൊ ഇന്ന് എന്തൊക്കെ കറി വെച്ചത്? ഇന്ന് ഞങ്ങള് കോളിഫ്ലവർ ഫ്രൈയും പിന്നെ കറിവേപ്പിലയുടെ റൈസും വെച്ചായിരുന്നു. അപ്പൊ ഈ വേസ്റ്റിന് എന്തോ ചെയ്യാൻ പോവാ? ഈ വേസ്റ്റ് ഞങ്ങൾ ഇതിലിട്ട് കമ്പോസ്റ്റ് ചെയ്യും, പുറത്ത് കളയില്ല. അപ്പൊ ഈ ഇതിനകത്തിട്ട് കമ്പോസ്റ്റ് ചെയ്യും. ഇത് അടുക്കളക്കകത്ത് വെച്ചാൽ യാതൊരു സ്മെല്ലും ഇല്ല? ഒരു സ്മെല്ലും ഇല്ല. ഇവിടെ വെച്ചാൽ സ്മെല്ലില്ല. ഇത് റൂമാണ്, അപ്പുറത്തെ റൂമാണ്, അടുക്കളയാണ്. അതെ ഞങ്ങൾ 1.5 കൊല്ലമായിട്ട് ഇത് കമ്പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക അവിടെ. 1.5 കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മുടെ ഇന്നത്തെ വേസ്റ്റ് എല്ലാം കൂടി ഇതിലിട്ട് കമ്പോസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ കോളിഫ്ലവറിന്റെ വലിയ കഷ്ണങ്ങളാ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി ഇടണം. എന്നിട്ട് ഇതിലേക്ക് ഇടാൻ പോവാ. അതെ, ഇതിങ്ങനെ തുറക്കുന്നു, ഇതിലേക്ക് മാത്രം ഇടുന്നു. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരു വീട്ടിൽ വരുന്ന ഇത്ര സാധനങ്ങളാണ്. അതെ എല്ലാ വേസ്റ്റും ഇടാം. നമുക്ക് ഫുഡ് വേസ്റ്റ് അടക്കം എല്ലാം ഇടാം. മുട്ടത്തോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂലോ? ഉപയോഗിക്കാം. നല്ലതായി ഇത് കമ്പോസ്റ്റിങ്ങിന്. അപ്പൊ നമുക്കിത് അങ്ങനെ ക്രഷ് ചെയ്ത് അങ്ങനെ ചെറുതാരൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി. വേസ്റ്റ് എല്ലാം ഇന്നത്തെ ഇട്ട് കഴിഞ്ഞു. ഇനി എന്തോ ചെയ്യുന്നേ? ഇനി ഈ കമ്പോസ്റ്റിംഗ് പൊടി ഇടണം. ഇതാ കമ്പോസ്റ്റിംഗ് പൊടി. ഈ കമ്പോസ്റ്റിംഗ് പൊടി ഇങ്ങനെ ഒരു ഇത്രയ്ക്കും മതിയായി. 2 പിടി മതി. മതി. 2 പിടി ഇതിനകത്ത് ഇങ്ങനെ വിതറി കൊടുത്ത് ലെയർ ചെയ്തിടണം. ഈ വേസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഇടണം. അപ്പൊ ഒരു കൈ ആയാലും കുഴപ്പമില്ല. നമ്മൾ എത്ര ഇടുന്നു? കുറച്ച് വേസ്റ്റ് ഇടുകയാണെങ്കിൽ ഇത് കുറച്ചിട്ടാൽ മതി. ഇന്നത്തെ ഒരു ദിവസത്തെ വേസ്റ്റിന്റെ പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. കണ്ടോ, ഈ പരിപാടി കഴിഞ്ഞു. അപ്പൊ നേരത്തെ ഉള്ളതൊക്കെ എങ്ങനെ എടുക്കുന്നത് നമ്മള്? ഇത് കഴിഞ്ഞ ആഴ്ച വരെ ഇതിലിട്ടതാ. ഇതിൽ തുടങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ആഴ്ച തുറന്ന് കാണാം. സെമി കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനൊരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത് നിൽക്കുക, ഒരു സ്മെല്ലും ഇല്ല. പിന്നെ ഒരാഴ്ചയായിട്ട് ഇവിടെ നല്ല മഴ, നല്ല മോയ്സ്ചർ ഉണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് ഒരു ഈച്ച, പുഴു, ശല്യം ഒന്നുമില്ല. നമ്മളിപ്പോ ഇത്രയും സംഭവങ്ങൾ കണ്ട് അപ്പൊ ഇനി വിശദമായിട്ട് അറിയാനായിട്ട് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി സെയിൽ ചെയ്യുന്ന ഒരാളുണ്ട്. നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം. എപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ ഇത് പുതിയൊരു ഐറ്റം ആണ്. കാരണം ഇത് നമ്മൾ അവിടുന്ന് എത്തിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. എല്ലാ വീട്ടിലും വേസ്റ്റ് ഉണ്ട്. മാത്രമല്ല ഒരു റൂമിൽ ഇപ്പൊ നമ്മൾ താമസിച്ചാൽ പോലും വേസ്റ്റ് ഉണ്ട്. കൊണ്ട് കളയുന്ന ഒരു ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി എവിടെയും കളയുക. അത് കളയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന നഷ്ടം പ്രകൃതിക്ക് നഷ്ടം, അതിനപ്പുറം വലിയ വലിയ നഷ്ടങ്ങളാണ്. പക്ഷെ അതും കൊണ്ടൊരു ഗുണപ്പെടുത്തുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറി ആയാലും കൃഷിക്കായാലും ഉപകാരപ്പെടുന്ന ഒരു വലിയ സംഭവം ഇത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് എല്ലാ വീട്ടിലെയും തലവേദനയാണ് വേസ്റ്റിനെ അവർക്ക് ഉപകാരമുള്ള വളമാക്കി മാറ്റി കൊടുക്കും. അത് ഇതുപോലത്തെ ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ ഏത് സ്ഥലത്താണേലും. ഈ വീട് കണ്ടോ, സാധാരണപ്പെട്ട ഒരു വീടാ, വലിയ ഹൈടെക് വീടൊന്നും അല്ല. ഈ വീട് തൊട്ടിനി എത്ര വലിയ വീട്ടിലേക്ക് വേണമെങ്കിലും ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. സാർ ഇപ്പൊ ഈ ഇതിനകത്ത് കുറച്ച് മീഡിയം ഇട്ടായിരുന്നു. ഈ മീഡിയം സാധാരണ കടകളിൽ മേടിക്കാൻ കിട്ടുന്നതാണോ? അല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു പേറ്റന്റ് ഉള്ള ഒരു സംഗതിയാണ് ഇതിനകത്ത് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അതായത് ഈ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് മുഴുവൻ ഹോളുള്ള സാധനമാണ്. സാധാരണ ബക്കറ്റ് അല്ല. അതായത് ഒരെണ്ണം 22 ലിറ്റർ വീതം വരുന്ന ഇതെല്ലാം ഇങ്ങനെ നമുക്ക് മാറ്റി അസംബിൾ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സാധനമാണ്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വീട്ടിൽ ഒരു വേസ്റ്റ് ഷിമ്മി കവറിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈച്ചയും വരും, പുഴുവും വരും, മണവും വരും. ഈ ചകിരിച്ചോറിനകത്ത് ഒരു സൂക്ഷ്മജീവിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൂക്ഷ്മജീവിയുടെ പ്രത്യേകത, ഇത് മണം ഉണ്ടാക്കുന്ന മൈക്രോബ്സിനെ നശിപ്പിച്ചു കളയും. അപ്പൊ എയറോബിക് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് നിറച്ച് തുളയിട്ടിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ ഓരോ പിന്നെ 22 ലിറ്റർ വീതമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഏറ്റവും മുകളിലത്തെ പിന്നിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങും. ഇത് നിറയുമ്പോൾ ഇത് താഴെ വെക്കും, അടുത്ത പിന്നിനകത്ത് ഇടും. ഇങ്ങനെയാണ് സാധാരണപ്പെട്ടവർ ഇങ്ങനെ പൊക്കി മാറ്റാം. അപ്പൊ ആദ്യത്തെ പിന്നെ നിറഞ്ഞ് രണ്ടാമത്തെ പിന്നിൽ ഇട്ട് തുടങ്ങി മൂന്നാമത്തെ ആകുന്നതിന് മുമ്പ് ഏകദേശം ഒരു വേസ്റ്റ് ഇട്ട് ഒരു 21 ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ ഇത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നല്ല ഇതിപ്പോ നേരത്തെ എടുത്ത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെമി കമ്പോസ്റ്റ് ആണ്, പക്ഷെ ഒരു മണവും ഇല്ല. ഇതൊരു 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ഉണങ്ങി നല്ല ഡ്രൈ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. ഉപയോഗിക്കാം, വാര്യം കിട്ടാൻ മതി. അപ്പൊ ഈ മൈക്രോബിന്റെ പ്രത്യേകത, നമ്മളൊരു എലി ചത്ത് കിടക്കാണെന്ന് വിചാരിച്ചു, ഈ ചകിരിച്ചോറ് വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്മെൽ ഉണ്ടാകത്തില്ല. അവിടെ സ്മെല്ലില്ല.
പിന്നെ വേറൊരു സാധനം പല ആൾക്കാരും പറയുന്നതാണ്, പല ആൾക്കാരും ഇതുപോലത്തെ ബക്കറ്റ് കമ്പോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വരും. അത് പ്രകൃതിയുടെ വിഘാടകരാണ്. ആളുകൾ പറയുന്നത് അത് വന്നാലേ കമ്പോസ്റ്റിംഗ് നടക്കുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ വേസ്റ്റിന് മണമുണ്ടെങ്കിൽ, അതിനകത്ത് ഈർപ്പുണ്ടെങ്കിൽ ഈ ഈച്ച വന്ന് മുട്ടയിടും, മുട്ട വിരിയും, പുഴു പുറത്തിയാടും. ഇപ്പൊ കണ്ടില്ലേ, ഈ സാധനം അടുക്കളയിലല്ലായിരുന്നു, പുഴു പുറത്തിയാടിയാൽ അടുക്കള വെക്കാൻ പറ്റില്ല. ഇതിന്റെ പ്രത്യേകത, നമ്മൾ ഈ ചകിരിച്ചോറ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് എപ്പോഴും ഇങ്ങനെ എയർ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇതിനകത്തുള്ള മോയ്സ്ചർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇടുന്ന മുട്ടയൊന്നും വിരിയത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് പുഴു ഉണ്ടാകാത്തത്. മാക്സിമം 21 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഈ താഴെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതായത് അതിനകത്ത് കൊതു മുട്ടയിട്ട് അങ്ങനെ ഇല്ല, കൊതു മുട്ട ഇടുന്നില്ല. ഇത് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രേ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് ഒരു 2 ഉപ്പുകല്ലും ഇട്ടാൽ മതി, കൊതുക് പിന്നെ ഇതിനകത്ത് മുട്ട ഇടത്തില്ല. നിങ്ങൾ നോക്കിയോ, ഈ കൊതു വന്ന് വരാതിരിക്കാൻ വേണ്ടി 2 കഷ്ണം ഉപ്പ് കല്ല് ഇട്ട് കഴിഞ്ഞാൽ പണി തീർന്നു. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും അല്ലാതെ ബാക്കി സകല സാധനവും, മുട്ടയായിക്കോട്ടെ, മീനായിക്കോട്ടെ, ഇറച്ചിയുടെ വേസ്റ്റ് ആയിക്കോട്ടെ, എന്ത് സാധനവും ഇതിനകത്ത് ഇടാൻ പറ്റും. ആകെപ്പാടെ നോക്കേണ്ടത് വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എയർ സർക്കുലേഷൻ ബ്ലോക്ക് ആവും. മാത്രമല്ല മുഴുവൻ തുളകളല്ലേ, ഇതുവഴി വെള്ളം പുറത്തു വരും. ഇപ്പൊ നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റി കളയാം. ചോറൊക്കെ മിച്ചം വന്നു, വെള്ളം നമുക്ക് ബേസിനിൽ ഊറ്റി കളയാം, ചോറ് ഇതിനകത്തേക്ക് ഇടാം. പക്ഷെ നമ്മൾ തക്കാളി, ഓറഞ്ച് അതൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നനവുണ്ടാവും. അത് ഇതിന് പ്രശ്നമില്ല. അപ്പേ ഇതിപ്പോ സാധാരണപ്പെട്ട ഇങ്ങനെയുള്ള വീടുകളിലാണ്, വലിയ കമ്പനിക്കൊക്കെ ആണെങ്കിലോ, വലിയ കമ്പനിക്ക് വലിയ സിസ്റ്റം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4, 5, ഒരു 6 പേര് വരെയുള്ള വീട്ടിൽ എത്ര വേസ്റ്റ് വന്നാലും ഇതേ തന്നെ ഓടിപ്പോകും. വലിയ സംവിധാനമുള്ള ആൾക്ക് റെസ്റ്റോറന്റ്, അപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള സംവിധാനത്തിന് ഒരു ദിവസം 25 കിലോ വരെ ഇടാൻ പറ്റുന്ന വലിയ ബിന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് അതും പോയി കാണാം. സാർ, നമുക്ക് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് മാക്സിമം എന്റെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് വയസ്സായത് കൊണ്ട് കുനിഞ്ഞ് അത്രയ്ക്ക് ശ്രമിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ഇവിടെ നിന്ന് തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പൊ പ്രായമായവർക്കും ഇപ്പൊ നടുവിന് പ്രശ്നമുള്ളവർക്കും ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് പണി തീർത്ത് പോകാൻ പറ്റും. ഞങ്ങൾ ആ കമ്പോസ്റ്റ് ചെയ്യുന്ന അതിൽ കിട്ടുന്ന കമ്പോസ്റ്റ് ഒക്കെ ഈ മരത്തിനാണ് ഇടുന്നത്. ഈ മുരിങ്ങ, മറ്റേ പ്ലാവ്, മറ്റെല്ലാത്തിനും. കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സെന്റ് തന്നെ വലിയ കാര്യമാണ്. ആ ചെറിയ സ്ഥലത്ത് പോലും ഈ പറഞ്ഞ വേസ്റ്റ് കൊണ്ട് 1 രൂപ പോലും വളത്തിന് ചേച്ചി മുടക്കുന്നില്ല. ഇതെല്ലാം ഇട്ടാണ് ഇതെല്ലാം ഇങ്ങോട്ട് വരുന്നത്. ഫ്രണ്ടിലുള്ളത് നമുക്ക് കാണാം. സന്തോഷേട്ടാ, അപ്പൊ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട സാധനം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഇതിനകത്താണ് മൈക്രോബ് ഉള്ളത്. ഇതെന്ത് ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചകിരിച്ചോറാണ്, നമ്മുടെ മൈക്രോബിനെ എൻട്രി ചെയ്ത ചകിരിച്ചോറ്. സാധാരണ കിട്ടുന്ന പോലെ തന്നെ. ഇതിനകത്ത് ഇതാണ് പേറ്റന്റഡ് പ്രോഡക്റ്റ്. ശരിക്കും ഈ ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ ബിന്ന് വാങ്ങിയിട്ട് സാധാരണ ലോക്കൽ ചകിരിച്ചോറ് ഇട്ടിട്ട് പലർക്കും പുഴുവും മണവും വരുന്നുണ്ട്. പക്ഷെ അവരോട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ബ്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. അപ്പൊ ഇവർ ഇത് വാങ്ങുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു 3 ബ്രിക്ക് അവർക്ക് കിട്ടും. ഏകദേശം ഒരു 3-4 മാസത്തേക്ക് ഉപയോഗിക്കാം. 4 മാസത്തേക്ക് ഉപയോഗിക്കാം. ഇതിങ്ങനെ ഒരു ബ്രിക്ക് അതിനകത്ത് ഒരു സാധാരണ ബക്കറ്റിൽ ഇട്ടിട്ട് പാത്രം എളുപ്പമാണ്. 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബക്കറ്റ് നിറച്ചാവും. അതായത് ഏകദേശം ഒരു 10 ലിറ്ററോളായിട്ട് വരും. 10 ലിറ്റർ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട പോലെ ഒരു ചാക്കിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ബിന്നിൽ എപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ഇടുന്നു അപ്പോഴെല്ലാം ഇത് വാരി എടുക്കുക. ഇപ്പൊ തന്നെ പൊടിഞ്ഞു തുടങ്ങി. ഇത് വാരി ചകിരി നമ്മുടെ വേസ്റ്റ് കാണാത്ത രീതിയിൽ അതിന്റെ മേളിൽ നിരത്തിയിട്ട് കൊടുത്താൽ മതി. ഒരു പ്രശ്നമില്ല. ഇനി ഇത് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ആക്കി ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും ഇത് തീരുമല്ലോ. അപ്പൊ ഇവർക്ക് ഉണ്ടാകുന്ന കമ്പോസ്റ്റ് പോലെ ഈ മൈക്രോബ് ഉണ്ടാവും. ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ച് അവർക്ക് വീണ്ടും കമ്പോസ്റ്റിംഗ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. വീണ്ടും വാങ്ങിക്കേണ്ട കൂടുതലായിട്ട് വരത്തില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഇടുന്ന രീതി എന്ന് പറഞ്ഞാൽ ലെയർ വളരെ കുറച്ച്. അതായത് ചിലപ്പോൾ സാധാരണ ഒരു വീട്ടിൽ വരുന്ന വേസ്റ്റ് നമുക്ക് അറിയാലോ, കുറച്ചായിരിക്കും. അപ്പൊ അങ്ങനെ വേണം നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് എപ്പോഴും പറയും ഒരു 1 ഇഞ്ച് കനത്തിൽ വേസ്റ്റ് ഇടുക. ചില ദിവസം ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വന്നു, ഒരുപാട് ചോറൊക്കെ മിച്ചം വന്നു. അപ്പൊ ഒരുമിച്ച് ഇടാതെ ഒരു 1 ഇഞ്ച് കനത്തിൽ ചോറിടുക, അതിന്റെ മേളിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുക, വീണ്ടും വേസ്റ്റ് ഇടുക. അങ്ങനെ എത്ര ഇട്ട് കൊടുക്കുക. നമ്മൾ എത്രയോ രൂപ നമുക്കൊരു വീട്ടിലേക്ക് വളത്തിന് വേണ്ടി പൈസ കളയുന്നത്. ഇത് വേസ്റ്റ് പോവുകയും ചെയ്യും. മാത്രമല്ല സ്മെല്ലില്ലെന്നുള്ളത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. യാതൊരു വിധ സ്മെല്ല്. മാത്രമല്ല ഈ പ്രോഡക്റ്റിന്റെ ഒരു ഫിനിഷ് വെച്ചിട്ടേ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു നല്ല വീട്ടിലാണെങ്കിലും ഒരു ചെറിയ വീട്ടിൽ സ്ഥലക്കുറവുള്ളവർക്ക് അടുക്കള വേണമെങ്കിൽ വെക്കാം. സ്ഥലമുള്ള ആളുകൾക്ക് മട നനയാത്ത ഷെഡിലോ എവിടെ വേണേലും വെച്ച് വെള്ളം കൂടുതൽ വരരുത്. വെള്ളമായിട്ട് ഒഴിക്കരുത്. സാധാരണ നമ്മൾ പച്ചക്കറി ഇടുന്നതിനകത്ത് വെള്ളം ഒരു കുഴപ്പമില്ല. നമുക്ക് ഈ വലുതൊന്ന് കാണാം. ഇത് കണ്ടോ? അപ്പൊ ഇത് വലുതാണ്. ഇത് എത്ര ലിറ്റർ ആയത്? ഇത് ശരിക്കും 1200 ലിറ്ററോളം വരും ഒരെണ്ണം. അപ്പൊ ഇതുപോലത്തെ ഒരു 2 എണ്ണമാണ് സാധാരണ നമ്മൾ ഹോട്ടലുകൾ, കോഴിക്കടകൾ, അപ്പാർട്ട്മെന്റുകൾ ഇവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് മാത്രമേ നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ ഇതേപോലെ തന്നെ ചകിരിച്ചോറിന്റെ വലിയ 5 കിലോയുടെ ബ്ലോക്ക് കൊടുക്കും. ഇതിന് ഷ്രെഡറും കൊടുക്കും. ഇപ്പൊ ഈ കോഴിക്കടകൾ, അങ്ങനെ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ ഇവിടെയൊക്കെ പലതരത്തിലുള്ള വേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ചെറുതിനകത്തെ പോലെ ചിലപ്പോൾ മിക്സ് ആകണമെന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലത്തെ ഒരു ഷ്രെഡർ കൊടുക്കും. അപ്പൊ ഇതിനകത്തേക്ക് ആ വേസ്റ്റ് കംപ്ലീറ്റ് ഇടും. അതിന്റെ കൂടെ നമ്മൾ ചകിരിച്ചോറും ഇട്ടു.
ഇടും. എന്നിട്ട് നേരെ ഇത് ഓണായി കഴിഞ്ഞാൽ ഇത് മിക്സ് ആയിട്ട് ഇവിടെ ട്രേക്കകത്ത് വരും. ട്രേക്കകത്ത് വരും. ഇങ്ങനെ എടുത്തിട്ട് ഇതെടുത്ത് അതിനകത്ത് തട്ടി നേരെ അതിനകത്തേക്ക് ഇട്ടാൽ മതി. അപ്പൊ ഇതിന് വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതിനൊരു ടേണർ ഉണ്ട്. ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും ഈ ടേണർ ഓൺ ആക്കിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇറക്കിയാൽ മതി. ഇറക്കിയാൽ മതി. നല്ലതായിട്ട് സെറ്റ് ആവും. അപ്പൊ ഒരു ശരിക്കും ഇതിനകത്തുള്ളൊരു വളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിനുള്ള സ്ഥലത്തിന് വേണ്ടിയുള്ള നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ കോഴിക്കടകൾ, അപ്പാർട്ട്മെന്റുകൾ അവരൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ 2 ബിന്ന് വെക്കാൻ പറയും. കാരണം ഒരു ബിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 ദിവസം കഴിയുമ്പോഴാണ് അത് മൊത്തം നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 ബിന്നുണ്ടെങ്കിൽ ഇത് നിറയുമ്പോൾ തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വന്ന് ഇത് അഴിച്ച് ഈ കമ്പോസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചെടുത്തോളൂ. അപ്പോഴത്തേക്ക് അവർക്ക് രണ്ടാമത്തെ ബിന്നിനകത്ത് ഐഡിയൽ ആയിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്കൂളുകൾ അങ്ങനെ എപ്പോഴും വേണമെങ്കിലും ഈ സാധനം നമുക്ക് കൊടുക്കും. മാത്രമല്ല നമ്മളൊക്കെ ഈ ഹോട്ടലുകളിലൊക്കെ ചെന്ന വലിയ സ്മെല്ലുകൾ ഉണ്ടാവും, അതൊന്നും ഉണ്ടാവത്തില്ല. എല്ലാ വേസ്റ്റും ഇതിനകത്ത് വരും. ഇത് വാങ്ങിക്കുന്നവരുടെ വലിയൊരു ലാഭം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇവിടെ നിർമ്മിക്കുമല്ലയോ. ഇവിടെ നിർമ്മിച്ചിട്ട് ഇടനില ഇല്ലാതെ നേരിട്ട് കസ്റ്റമറിലോട്ട് എത്തുന്നതുകൊണ്ടാണ് ഇത് ഇവർക്ക് വളരെ ലാഭത്തിൽ കൊടുക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോ കേരളത്തിനും അകത്തും പുറത്തും എല്ലാം പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് അവരുടെ വീടിനടുത്ത് കിട്ടും. സെറ്റ് ചെയ്താൽ മതി. മാത്രമല്ല എല്ലാ വീട്ടിലും ഇത് വേണം. എല്ലാ വീട്ടിലും വേണം. നമുക്ക് ശരിക്കും ഇഷ്ടം പോലെ സ്റ്റോക്ക് നമുക്ക് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. കാരണം ഇത് ഇത്രയും സ്റ്റോക്ക് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ആവശ്യക്കാരാണ്. ഇപ്പൊ ഒരാൾ വാങ്ങിച്ചാൽ ആ വീട്ടുകാർ തന്നെ അടുത്ത ആളോട് പറഞ്ഞിട്ട് അടുത്ത വാങ്ങിക്കുക. നോക്ക് എത്ര സ്റ്റോക്കാന്ന് നോക്ക്. നമുക്കിത് ചെയ്യുന്ന എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പൊ ഇതിനകത്ത് എന്ത് വേസ്റ്റ് വേണമെങ്കിലും, ചിക്കനോ എന്ത് ഹോട്ടൽ വേസ്റ്റോ കോഴി വേസ്റ്റോ എന്ത് വേണമെങ്കിലും പറ്റും, മിക്സ് ചെയ്തോളൂ. ഇതിപ്പോ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് ഇടാൻ. ചെറിയ ബിന്നിലാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കവറാവും. ഇത് 10-25 കിലോളം നമ്മൾ ഒറ്റയടിക്ക് ഇടുമല്ലേ. അപ്പൊ അതിനുവേണ്ടി ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഷ്രെഡറിനകത്തേക്ക് ഇട്ടിട്ട് പൊടിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കമ്പോസ്റ്റിംഗ് എടുക്കും. ഇട്ട അത്രയും സാധനം കറക്റ്റ് ആയിട്ട് അറേഞ്ച് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് നേരെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്നും വരുന്ന സാധനങ്ങൾ ഇതേപോലെ തന്നെ കറക്റ്റ് ഇതിനകത്തേക്ക് നേരെ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സെറ്റായി. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോഷി സാറിന്റെ ഒരു വലിയ കണ്ടെത്തലാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരാളാണ്. കാരണം വേസ്റ്റിനകത്ത് നിന്ന് ഒരു സോഴ്സ് കണ്ടെത്തി വേസ്റ്റ് മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പൊ സാറിന്റെ ഒരു ഐഡിയയിലാണ് ഈ വലിയ പിന്നെ ചെറിയ പിന്നെ എല്ലാം ഉണ്ടായത്. അതെ സാറേ, നമസ്കാരം സാറേ. ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പലയിടത്തും ഈ കോഴിക്കടകൾ നിർത്താൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അതിനെ, കാരണം വേസ്റ്റ് എടുക്കാൻ വരെ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അതുപോലും പല സ്ഥലത്ത് കൊണ്ട് കളയുവാണ്. അപ്പൊ നമുക്ക് ഓരോ സ്മെല്ല് ഭയങ്കരമാണ്. പക്ഷെ അതിനൊരു വലിയ കാര്യമാണ് സാർ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ കോഴി വേസ്റ്റുകളാണ്. അതിനെ വളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാത്തിനും പറ്റും. അപ്പൊ എങ്ങനെ സാറ് എത്ര വർഷം കൊണ്ട് ഇത് ചെയ്യാൻ തുടങ്ങിയതാ? ഞാൻ ഏതാണ്ട് 30 വർഷമായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു ജൈവ കർഷകനാണ്. അപ്പൊ ഈ ജൈവ കൃഷിക്ക് നമുക്ക് ജൈവ വളം വേണം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ തമിഴ്നാട്ടിൽ വന്ന് ഒരു ജൈവ തോട്ടം ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സിൽ. അപ്പോൾ അന്ന് നമുക്ക് മണ്ണിൽ ജൈവാംശം, ജൈവവളം നമുക്ക് ആവശ്യത്തിന് കിട്ടാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ജൈവവളം ഉണ്ടാക്കാം എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഈ പൊള്ളാച്ചി ഭാഗത്തെ ആൾക്കാർ ഈ ചകിരിച്ചോറ് കത്തിച്ച് കളയായിരുന്നു. അപ്പോൾ ഈ കത്തിക്കുന്ന സാധനം നമുക്ക് ഒരു നല്ല റിസോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നാട്ടുകാർക്കും പ്രയോജനമാണ്, നമുക്കും പ്രയോജനമാണെന്നുള്ളൊരു ചിന്തയിലാണ് ഞാനന്ന് കോളേജിലൊരു അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ലീവ് എടുത്ത് ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ ഗവേഷണം ഈ ചകിരിച്ചോറിനെ എങ്ങനെ ഒരു ഉൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ആ ഒരു സബ്ജക്റ്റിൽ ഗവേഷണം ചെയ്ത് അതിനെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് അതിനെ വീണ്ടും ഒരു ജൈവ മാലിന്യത്തിൻ്റെ ഒരു നല്ല ടൂളായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പേറ്റൻ്റ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള ജൈവ മാലിന്യവും നമുക്കിന്ന് ഒരു മണവും ഇല്ലാതെ ഒരു നല്ല വളമാക്കി മാറ്റാൻ ഈ ബിന്നുകൊണ്ടും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു ചകിരിച്ചോറ് അടിസ്ഥാനപ്പെടുത്തിയ കമ്പോസ്റ്റിംഗ് മീഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടേ ഈ പ്രേക്ഷകർക്ക് എങ്ങനെ കിട്ടും? ഈ സാധനമാണെങ്കിൽ നമുക്ക് തപാലിൽ അയച്ചു കൊടുക്കാം, അവർക്ക് വീട്ടിൽ കിട്ടും. അപ്പൊ ഇനി വലിയ സംഗതിയാണെങ്കിൽ നമ്മൾ അവരുടെ റിക്വയർമെന്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. വലുത് ഇത് തപാലിൽ അയച്ചു കൊടുക്കും. അപ്പം വീട്ടിൽ തന്നെ എത്തും. അവരുടെ അഡ്രസ്സും പിൻകോഡും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും ഒക്കെ അയച്ച് ഇതിന്റെ പേയ്മെന്റും അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം തപാലിൽ നമ്മൾ അയച്ചു കൊടുക്കും. അവരുടെ വീട്ടിൽ കിട്ടും. അവർക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി.